ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് എങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ എങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വരെ ഉള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതായത് പുതുതായിട്ട് ആർക്കെങ്കിലും ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ചാനൽ തുടങ്ങിയിട്ട് അതിലെങ്ങനെ വീഡിയോസ് അപ്ലോഡ് ആക്കാം, വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ അതിൽ നോക്കാം എന്നുള്ളതൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബ് ഓണാക്കുക. യൂട്യൂബ് ഓണാക്കിയതിന് ശേഷം അതിൽ ചാനലിൻ്റെ ഭാഗത്ത് പോയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മൾ ചാനൽ ഉണ്ടാക്കുമ്പോൾ അത്ര വ്യൂവേഴ്സ് ഉണ്ടാവില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഇത് ഷെയർ ആക്കിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ നോക്കുക. അങ്ങനെയാണ് ഫസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് കൊടുക്കുക കേട്ടോ. ഫോർ മൈ പേഴ്സണൽ യൂസ് കൊടുക്കേണ്ട, കാരണം നമ്മൾ ഒരു ചാനലിന് വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുക. എന്നിട്ട് നമുക്ക് എന്താണോ ചാനലിൻ്റെ നെയിം കൊടുക്കേണ്ടത് ആ നെയിം ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടൊരു ചാനൽ ഉണ്ടാക്കുക കേട്ടോ. ശ്യാം ഗാർഡൻസ് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഞങ്ങൾ ചെടീൻ്റെ മാത്രം വീഡിയോസ് ഇടാമെന്ന് എഴുതിയിട്ടാണ് ഈ ഒരു ചാനൽ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കാനാണ്. ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തതിന് ശേഷം നമ്മളെ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജെൻഡറും കൂടെ നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ആവുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഇമെയിൽ വേണ്ടതെന്നുള്ളത്, അതായത് നമ്മളെ ചാനലിൻ്റെ ഇമെയിൽ എന്താ വേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഓരും നമുക്ക് ഒന്ന് പറഞ്ഞുതരും, പിന്നെ നമുക്കായിട്ടും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് സെലക്ട് ആക്കുകയും ചെയ്തു. പിന്നെ യൂസ് മൊബൈലാണ് കൊടുത്തിട്ടുള്ളത്, അതായത് നമ്മളെ ഒരു ചാനലിനായിട്ടല്ല ഉണ്ടാക്കണം. അപ്പോൾ അതിന് യൂസ് മൊബൈൽ നമ്പർ കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റൊക്കെ ഓരത് വെരിഫൈ ചെയ്യാൻ നിൽക്കും. പിന്നെ അതിന് ശേഷമാണ് ഇത് വരുന്നുണ്ടാവുക. അതാ നമ്മളെ നമ്പറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് സാധനങ്ങൾ അഗ്രി ചെയ്യാനുണ്ടാവും കേട്ടോ. അതായത് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, ഏതൊക്കെയെന്നുള്ളത്. അതൊക്കെ നമ്മൾ വായിച്ചതിന് ശേഷം അഗ്രി ചെയ്യണം. എന്നിട്ട് നമ്മൾ പാസ്വേഡ് ഉണ്ടാക്കാൻ പറയും കേട്ടോ. അപ്പോൾ നമ്മൾ മറക്കാത്തൊരു പാസ്വേഡ് തന്നെ കൊടുക്കുക. അതായത് ഇത് നമ്മൾ ഇങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന പാസ്വേഡ് കൊടുക്കുക. എന്നാൽ ഈസി ഉള്ളത് കൊടുക്കാനും നിൽക്കരുത്. എന്തെങ്കിലും നല്ല ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താ പാസ്വേഡ് ഇടല് അതേപോലെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് അഗ്രി കൊടുക്കാനുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് അടിക്കാം, പക്ഷെ നമുക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കട്ടെ. വായിച്ച് നോക്കുന്നതാണ് നല്ലത്. വായിച്ച് നോക്കിയിട്ട് അത് അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ ഇവിടെ റെഡി ആയി കിട്ടും കേട്ടോ. ഇനി അടുത്ത നമ്മളെ പണി എന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഒരു തംബ്നെയിലോ കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങളെ പേരിന് ഒത്തിട്ടുള്ള ഒരു തംബ്നെയിലോ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ബ്ലോഗിങ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോ തന്നെ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ ഉമ്മാൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ചാനലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റേതായിട്ടുള്ള തംബ്നെയിലാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോർ പോവുക. പ്ലേ സ്റ്റോർ പോയതിന് ശേഷം നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് എടുക്കുക. ഗൂഗിൾ അക്കൗണ്ട് പോയിട്ട് നമ്മൾ ഫോട്ടോൻ്റെയുമ്പോൾ നിൽക്കിയാൽ നമുക്ക് അവിടെ പ്രൊഫൈൽ കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി എടുത്ത ഫോട്ടോ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസിലുള്ള ഫോട്ടോ കൊടുക്കുക. അപ്പോൾ ഏതാ നിങ്ങളെ ഇഷ്ടം അതേപോലെ ചെയ്യാം കേട്ടോ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ 9K ലോഡിംഗ് ആണ്, 9K ആവാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ പ്രൊഫൈൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ യൂട്യൂബ് പോയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ആക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സാധാ വീഡിയോസൊക്കെ കാണുന്ന പോലെ ഒരു ചാനലായിരിക്കും. അപ്പോൾ അത് പോയിട്ട് നമ്മളതാക്കിയിട്ട് ക്രിയേറ്റ് ആക്കണം കേട്ടോ. ചാനലാക്കിയിട്ട് ക്രിയേറ്റ് ആക്കണം. അപ്പോൾ ഞാൻ നമ്മളെ ശ്യാം ഗാർഡൻസിക്ക് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഈ മേലെ കാണുന്ന ക്രിയേറ്റ് എ ചാനൽ നിൽക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവും ക്രിയേറ്റ് ചാനൽ എന്നുള്ളത്. അപ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ, ചാനൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് ചാനൽ റെഡി ആയി എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് അതിന് ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാൻ വരും കേട്ടോ. ഇപ്പം നമുക്ക് അതൊന്നും ഉണ്ടായില്ല, ഇനി നമുക്ക് അതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും അവിടേക്ക് തന്നെ പോവുക. നമ്മൾ വ്യൂ ചാനലിന്മേൽ നിൽക്കുക. വ്യൂ ചാനലിന്മേൽ നിൽക്കിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മളെ ചാനൽ എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ തൽക്കാലം ചെറുതായിട്ട് ഒന്ന് എഴുതുന്നുള്ളൂ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കുകയും ചെയ്യണുള്ളൂ കേട്ടോ. അങ്ങനെ അതും സേവ് കൊടുത്താൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനും സേവ് ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ചാനൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ക്രിയേറ്റുമ്പോൾ നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഇൻഷോട്ട് പോയിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഷോർട്സ് എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോനെ കേട്ടോ അപ്ലോഡ് ചെയ്യണേ. എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്.
അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ട് ഇതൊക്കെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യണ നേരത്ത് നമ്മൾ അതവിടെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ എന്താണ് അതിനനുസരിച്ചിട്ട് ടൈറ്റിൽ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 2-3 വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ചെയ്യാൻ അറിയാത്ത രീതി അങ്ങനെയൊക്കെ തോന്നും. പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെ ഏതാ എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രോസസ്സിങ് ആയിട്ട് നമ്മളെ വീഡിയോ വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ആഡ് ഡീറ്റെയിൽസ്ക്ക് പോവുക. എന്നിട്ട് നമ്മളിതാ ക്രിയേറ്റ് യുവർ ഷോട്ട്, അതായത് നമുക്ക് എന്തൊക്കെയായി എഴുതേണ്ടത് വെച്ചാൽ അതായി എഴുതട്ടോ. അപ്പോൾ ഞാൻ ന്യൂ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. ഞങ്ങളെ ചെടിൻ്റെയാണ്. പിന്നെ ഹാഷ്ടാഗ് കൊടുക്കുക കേട്ടോ. ഹാഷ്ടാഗ് കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹാഷ്ടാഗ് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചാവും നമുക്കിങ്ങനെ വരുന്നുണ്ടാവുക കേട്ടോ. അതായത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിങ്ങനെ ആൾക്കാർ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ ഈ ഹാഷ്ടാഗിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, ട്രെൻഡിങ്, ഓൺലൈൻ സെയിൽ, പിന്നെ ഷോർട്ട് ഫീഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പബ്ലിക്കാട്ടോ കൊടുക്കേണ്ടത്. പബ്ലിക്കാണ് ഇതിൽ ഓൾറെഡി വിസിബിലിറ്റി ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റിയിട്ടില്ല. എന്നിട്ട് ഇതാ നമ്മൾ അപ്ലോഡ് ഷോർട്ട് നിൽക്കുക കേട്ടോ ചെയ്യേണ്ടത്. അങ്ങനെ നിൽക്കിയാൽ നമ്മുടെ ഷോർട്ട് വീഡിയോ അവിടെ അപ്ലോഡ് ആവും. എന്നിട്ട് നമുക്ക് വേറെ ഒരു ആപ്പും കൂടെ വേണം കേട്ടോ. ഇത് ഈ വീഡിയോസിൻ്റെ റീച്ച് എത്ര ആയിക്കണു, നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് കയറിക്കണു അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ആപ്പും കൂടെ വേണം. അപ്പോൾ ഞാനിത് പ്രോസസ്സായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഇതാ നമ്മളെ വീഡിയോ ഇവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ, അത് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഞങ്ങളെ ചെടീൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതൊക്കെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മളെ ചെടീൻ്റെ ആൾക്കാർക്ക് തന്നെ ഈ വീഡിയോ ഡയറക്റ്റായിട്ട് എത്തിക്കോളും. അങ്ങനെ ഷെയർ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മളെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് കേട്ടോ. ഇത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബിൻ്റെ ഒരു ആപ്പാണിത്. അങ്ങനെ ഇതാ ഇതിൽ ഞാൻ എൻ്റെ ചാനലിൽ നിന്നോ അത് മാറ്റിയിട്ട് നമ്മൾ ഷ്യാം ഗാർഡൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മളെ വ്യൂവേഴ്സ് കയറുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഇടുന്ന വരെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയില്ലെങ്കിൽ അതും എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യൽ. അപ്പോൾ തുടക്കക്കാർക്ക് ഇങ്ങനെ ചാനൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.